18 വയസ്സുള്ള ഒരു കായിക താരത്തിൻ്റെ ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തൽ കേട്ടാണ് കേരളം ഇന്ന് ഉണർന്നത്. അത് മറ്റൊന്നുമല്ല, ആ 18 വയസ്സുള്ള കായിക താരത്തെ കായിക അധ്യാപകൻ, സഹപാഠികൾ, അതുപോലെ തന്നെ സഹ കായിക താരങ്ങളൊക്കെ പീഡിപ്പിച്ചു. എപ്പോൾ മുതൽ? 13 വയസ്സുള്ളപ്പോൾ മുതൽ പീഡനം തുടരുന്നു. ഏകദേശം 64 പേരാണ് ഈ പെൺകുട്ടിയെ പീഡിപ്പിച്ചത്. കേരളം അക്ഷരാർത്ഥത്തിൽ ഞെട്ടുന്ന വാർത്ത തന്നെയാണിത്. ഇത് കേരളമോ എന്ന് നമുക്ക് നാണിച്ച് മൂക്കത്ത് വിരൽ വെക്കേണ്ടി വരും ഈ വാർത്ത അറിയുമ്പോൾ. ആ സംഭവത്തിൻ്റെ പിന്നാമ്പുറങ്ങളിലേക്ക് നമുക്കൊന്ന് നോക്കാം. പെൺകുട്ടിക്ക് 13 വയസ്സുള്ളപ്പോഴാണ് കാമുകൻ ഈ പെൺകുട്ടിയെ ആദ്യമായി ദുരുപയോഗം ചെയ്യുന്നത്, പീഡിപ്പിക്കുന്നത്. അതിനുശേഷം കാമുകൻ എന്ത് ചെയ്തു? അതിൻ്റെ വീഡിയോ ദൃശ്യങ്ങളും ചിത്രങ്ങളും, നഗ്ന ചിത്രങ്ങളുമൊക്കെ ഫോണിലെടുത്ത ശേഷം അയാളുടെ സുഹൃത്തുക്കൾക്ക് പങ്കുവച്ചു. അങ്ങനെ സുഹൃത്തുക്കൾ ഈ പെൺകുട്ടിയെ പീഡിപ്പിച്ചു. ഈ പെൺകുട്ടിയെ പല ഇടങ്ങളിൽ കൊണ്ടുപോയാണ് പീഡിപ്പിച്ചത്. പൊതുസ്ഥലങ്ങളിൽ വെച്ച് പീഡിപ്പിച്ചിട്ടുണ്ട്, അതുപോലെ തന്നെ വിദ്യാലയത്തിൽ വെച്ച് പീഡിപ്പിച്ചിട്ടുണ്ട്, വീടിനുള്ളിൽ വെച്ചും പീഡനം നടന്നിട്ടുണ്ട്. ഈ പീഡനം നടക്കുന്ന സമയത്ത് പെൺകുട്ടിയുടെ കയ്യിൽ മൊബൈൽ ഫോൺ ഇല്ല. പെൺകുട്ടി അച്ഛൻ്റെ മൊബൈൽ ഫോണാണ് രാത്രികാലങ്ങളിൽ ഉപയോഗിച്ചിരുന്നത്. അതുകൊണ്ട് തന്നെ 40ഓളം കോണ്ടാക്റ്റുകൾ ആ മൊബൈൽ ഫോണിൽ സേവ് ചെയ്തിരുന്നു, അച്ഛൻ്റെ മൊബൈലിൽ. ഈ പല ആളുകളും, പെൺകുട്ടിയെ പീഡിപ്പിച്ച പല ആളുകളും വിളിച്ചിരുന്നത് പെൺകുട്ടിയുടെ അച്ഛനെയാണ്. അച്ഛനെ വിളിച്ച ശേഷമാണ് മകളെ കണക്ട് ചെയ്യുന്നത്. എന്നിട്ടാണ് ഈ പീഡനങ്ങളൊക്കെ നടക്കുന്നത്. ഇതെങ്ങനെ പുറത്തു വന്നുവെന്ന് ചോദിച്ചാൽ, പൊതുവിദ്യാഭ്യാസ വകുപ്പിന് കീഴിലുള്ള സമഖ്യ എന്ന സംഘടന, മഹിളാ സമഖ്യ എന്ന ഒരു സൊസൈറ്റി ഉണ്ട്. അത് പിന്നാക്ക വിഭാഗത്തിൽപ്പെട്ട ആളുകളുടെയൊക്കെ പ്രശ്നങ്ങളൊക്കെ കുറിച്ചൊക്കെ പഠിക്കുന്ന ഒരു സൊസൈറ്റിയാണ്, ഒരു ട്രസ്റ്റ്, ഒരു NGO, നോൺ ഗവൺമെൻറ് ഓർഗനൈസേഷൻ പോലുള്ള ഒരു സംഘടനയാണ്. ഈ സമഖ്യയുടെ പ്രവർത്തകർ ഈ പെൺകുട്ടിയെ കണ്ടപ്പോഴാണ് പെൺകുട്ടി വിവരങ്ങൾ പങ്കുവച്ചത്. അത് വളരെ കുറച്ച് വിവരങ്ങൾ മാത്രമാണ് സമഖ്യ പ്രവർത്തകരോട് പറഞ്ഞത്. സമഖ്യ പ്രവർത്തകർക്ക് അതിൻ്റെ ഗൗരവം അപ്പോൾ തന്നെ മനസ്സിലായി. ഗൗരവം മനസ്സിലായ അവർ ഉടനെ എന്ത് ചെയ്തു? ശിശുക്ഷേമ സമിതിയിൽ, ജില്ലാ ശിശുക്ഷേമ സമിതിയിലേക്ക് ഈ വിഷയം കൈമാറി. അവർ ഒരു സൈക്കോളജിസ്റ്റിനെ, അവർ ആദ്യം പെൺകുട്ടിയുടെ അമ്മയെയും പെൺകുട്ടിയോടും അവിടെ ഹാജരാകാൻ ആവശ്യപ്പെട്ടു. ശിശുക്ഷേമ സമിതിയുടെ ഓഫീസിലെത്താൻ പറഞ്ഞു. ഓഫീസിലെത്തി. അപ്പോൾ സൈക്കോളജിസ്റ്റിന് കൊടുത്തു, കൗൺസിലിങ്ങിന് വേണ്ടി നിയോഗിച്ചു. ആ പെൺകുട്ടി അപ്പോൾ ആ സൈക്കോളജിസ്റ്റിനോടാണ് ഇക്കാര്യങ്ങൾ വെട്ടിത്തുറന്ന് പറയുന്നത്. ഇപ്പോൾ ഏകദേശം 40 പേരുടെ വിവരങ്ങൾ പോലീസ് ശേഖരിച്ചു കഴിഞ്ഞു. 5 പേരെ ഈ കേസിൽ അറസ്റ്റ് ചെയ്തു. 10 പേരെ ഇപ്പോൾ കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട്. മറ്റുള്ള ആളുകൾക്ക് വേണ്ടി തിരച്ചിലും നടക്കുകയാണ്. പത്തനംതിട്ട പോലീസ് സ്റ്റേഷനും ഇലവന്തിട്ട പോലീസ് സ്റ്റേഷനിലുമാണ് ഇപ്പോൾ കേസുകൾ രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. SP-യുടെ മേൽനോട്ടത്തിലാണ് കേസ് അന്വേഷണം പുരോഗമിക്കുന്നത്. ഇപ്പോൾ പുറത്തു വരുന്ന വിവരങ്ങൾ, പീഡനത്തിൻ്റെ വിവരങ്ങൾ കഴിഞ്ഞ 2 വർഷം നടന്നതാണ്. 2019 മുതലാണ് പീഡനം തുടങ്ങിയതെങ്കിലും 2022 മുതൽ 2024 കാലഘട്ടത്തിലുള്ള പീഡനത്തിൻ്റെ വിവരങ്ങളാണ് CWC ജില്ലാ പോലീസ് മേധാവിക്ക് കൈമാറിയിട്ടുള്ളത്. പോലീസ് അറസ്റ്റ് ചെയ്ത 5 പേരിൽ കാമുകനും ഉൾപ്പെടുന്നുണ്ട്. ഇതും ഇലവന്തിട്ട, അതായത് ഈ പെൺകുട്ടിയുടെ സ്വദേശികളായ, അതായത് അയൽക്കാരായ 5 പേരെയാണ് കഴിഞ്ഞ ദിവസം പോലീസ് അറസ്റ്റ് ചെയ്തത്. അവരെയൊക്കെ കോടതി റിമാൻഡ് ചെയ്ത് ജയിലിൽ അയക്കുകയും ചെയ്തിട്ടുണ്ട്. സന്ദീപ്, വിനീത്, സുബിൻ എന്നീ തുടങ്ങിയ ആളുകളാണ് പിടിയിലായത്. പിന്നെ ഇന്നിപ്പോൾ കസ്റ്റഡിയിലെടുത്ത 10 പേർ, പിന്നെ പ്രതിപ്പട്ടികയിലുള്ള ആളുകൾ, അവരിൽ പലരും പ്രായപൂർത്തി ആകാത്ത ആളുകളാണ്. ആലോചിച്ച് നോക്കുക കേസിൻ്റെ ഒരു ഡൈമെൻഷൻ, അതിൻ്റെ ഒരു തീവ്രത ആലോചിച്ച് നോക്കുക. പ്രായപൂർത്തിയാകാത്ത ആളുകളാണ് ഈ പെൺകുട്ടിയെ പീഡിപ്പിച്ചവരിൽ അധികവുമെന്ന് പോലീസ് പറയുമ്പോൾ ഞെട്ടിക്കുന്ന വാസ്തവങ്ങളാണ് പുറത്തു വരുന്നത്. പ്രതികൾക്കെതിരെ പോക്സോ വകുപ്പ് മാത്രമല്ല ST വകുപ്പും ചേർത്തിട്ടുണ്ടെന്ന് SP അറിയിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ അന്വേഷണം, പ്രത്യേക സംഘത്തെ രൂപീകരിച്ചാണ് അന്വേഷണം നടക്കുന്നത്. എല്ലാ പ്രതികളെയും കസ്റ്റഡിയിലെടുത്ത് കൃത്യമായ നിയമ നടപടിക്ക് തന്നെയാണ് പോലീസ് നേതൃത്വം നൽകുന്നത്. ഏതായാലും ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തലാണ് 18കാരി കായിക താരം നടത്തിയത്. കായിക അധ്യാപകനും സഹപാഠികളും അതുപോലെ തന്നെ സഹ കായിക താരങ്ങളും അയൽക്കാരുമൊക്കെ പീഡിപ്പിച്ചു എന്ന് പറയുമ്പോൾ ആ കുട്ടി ഇത്രയും കാലം ഇത്രയും സങ്കടം ഉള്ളിലൊതുക്കി ആണ് നടന്നിരുന്നത്. സമഖ്യ പ്രവർത്തകരുമായുള്ള കൂടിക്കാഴ്ചയാണ് ഇത്തരം ഒരു ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തൽ നടത്താനും ഇങ്ങനെയുള്ള കുറേ പ്രതികളെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരാനും പോലീസിനെ സഹായിച്ചത്.